CPM ഹലാൽ ബാങ്ക് പൊട്ടിപ്പൊളിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഇത്രമാത്രം ബോധമില്ലാത്തവരാണോ, മണ്ടന്മാരാണോ നമ്മുടെ നാട്ടിലെ മുസ്ലിം സഹോദരങ്ങൾ എന്ന് ചോദിക്കുകയാണ് മുൻ സൈനികൻ കൂടിയായ ഭാസ്കരൻ നായർ അജയൻ. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. എന്തായാലും ഇത്തരത്തിൽ ഒരു ബാങ്ക് പൊട്ടിപ്പൊളിയുമ്പോൾ അത് സന്തോഷം കൊണ്ട് അല്ലെങ്കിൽ എതിർ രാഷ്ട്രീയ കക്ഷികൾ ആകുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമല്ലാത്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങിയ ഒരു ബാങ്ക് പൊട്ടിപ്പൊളിയുമ്പോൾ അവിടെ സന്തോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല, അല്ലെങ്കിൽ അത് ആഘോഷമാക്കേണ്ട യാതൊരു കാര്യവുമില്ല. പണം എന്ന് പറയുന്നത് എല്ലാവരും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് തന്നെയാണ്. അത് ആർക്ക് നഷ്ടപ്പെട്ടാലും അത് വേദന നൽകുന്ന ഒരു സംഭവം തന്നെയാണ്. എന്തായാലും CPM-ന്റെ ഹലാൽ ബാങ്ക് ഇപ്പോൾ പൊട്ടി എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാസ്കരൻ നായർ അജയൻ എഴുതിയ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് പോകാം. CPM ഹലാൽ ബാങ്ക് സ്വാഹ, പണവും പോയി, വിശ്വാസവും പോയി. 2000 കോടിയുടെ അൽ മുക്താദിർ മോഡൽ തട്ടിപ്പിന് ശേഷം മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസം പിടിച്ചുപറ്റി. കണ്ണൂരിൽ 2017 കൊട്ടി ആഘോഷത്തോടെ തുടങ്ങിയ ഹലാൽ ഫായിദ സഹകരണ സംഘവും പൊളിഞ്ഞു. പലിശരഹിതം ഇസ്ലാമിക് ബാങ്കിംഗ്, ഹലാൽ ലാഭം, ബീഫ് കയറ്റുമതി, വലിയ ഫാമുകൾ, റോഡ് നിർമ്മാണം, ഓഹോ എന്തൊക്കെ വാഗ്ദാനങ്ങൾ. നിക്ഷേപിക്കാൻ വീടുകളിൽ വന്നതാര്? പ്രാദേശിക CPM DYFI നേതാക്കൾ തന്നെ. ചുവപ്പ് കൊടി കണ്ടുള്ള വിശ്വാസത്തിൽ മോദി വിരോധം പറഞ്ഞുള്ള പ്രസംഗം കേട്ട് കയ്യിലുള്ളതും വിറ്റുപെറുക്കിയും നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ആ പെട്ടിയിൽ കൊണ്ടിട്ട് കൊടുത്തു. 9 വർഷം കഴിഞ്ഞ് 1 രൂപ ലാഭമില്ല, മുതൽ പോലും തിരിച്ചു കിട്ടിയില്ല. ഓഡിറ്റില്ല, കണക്കില്ല, ഓഫീസ് പോലുമില്ല. ചീഫ് പ്രൊമോട്ടർ ഫോൺ എടുക്കുന്നില്ല. പരാതി പറഞ്ഞ മയിൽ സ്വദേശി മാധ്യമത്തിൽ വന്നപ്പോൾ മാത്രം ഓടി വന്ന് പണം തിരിച്ചു കൊടുത്ത് വായടപ്പിക്കൽ. ഇതാണോ സഖാക്കളുടെ മതേതരത്വം? തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മുസ്ലിങ്ങളെ കൂടെ നിർത്താൻ ഒരു ഹലാൽ ബാങ്ക്. പണം കിട്ടിയപ്പോൾ സംഘം കാലി. ഇത് ബാങ്കല്ല, ഇത് വിശ്വാസത്തെ വെച്ചുള്ള കൊള്ളയാണ്. രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒരു സമുദായത്തെ, വിശ്വാസത്തെ ചൂഷണം ചെയ്ത നികൃഷ്ടമായ തട്ടിപ്പ്. ഇനി എത്ര പേർ പരാതിയുമായി വരാറുണ്ട്? ഈ പണം മുഴുവൻ എവിടെ പോയി? സഹകരണ വകുപ്പ് ഉറങ്ങുകയാണോ? നിക്ഷേപിച്ച ഓരോ രൂപയ്ക്കും കണക്ക് പറയണം. അല്ല, ചുമ്മാതാണോ ഹലാൽ എന്നാൽ ശുദ്ധമായത് എന്ന് മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ സാർ പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണോ? കഷ്ടം. ഇങ്ങനെയാണ് ആ പോസ്റ്റ് അവസാനിക്കുന്നത്. എന്തായാലും കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് വളരെയധികം വിവാദമായ ഒരു വിഷയമാണ്. ഇപ്പോൾ ഭരണത്തിലില്ല എങ്കിൽ പോലും ഇത്തരത്തിലൊരു ബാങ്കിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ആ ബാങ്കുമായി ബന്ധപ്പെട്ട ഈ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഒരിക്കലും പ്രതിപക്ഷവും അതുപോലെ ജനങ്ങളും വെറുതെ ഇരിക്കുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതെല്ലാം തട്ടിപ്പ് പല രീതിയിലാണ്. എത്രയൊക്കെ തട്ടിപ്പ് നടത്തിയാലും, തട്ടിപ്പിന് വിധേയരായാലും നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഇതൊന്നും മനസ്സിലാക്കുകയില്ല. പിന്നെയും കയ്യിലുള്ള തുകയെല്ലാം കൊണ്ടുചെന്ന് ഇതുപോലെ പലരുടെയും വായിൽ ഇട്ടുകൊടുക്കും എന്ന് തന്നെ പറയേണ്ടി വരും. സൂക്ഷിച്ചും കണ്ടും അവരവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ചെലവാക്കിയാൽ നമുക്ക് നല്ല സമയത്ത് എന്ന പോലെ തന്നെ ഒരു ചീത്ത സമയം വരുമ്പോൾ പോലും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ മുന്നോട്ട് ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് എന്നും പഴമക്കാർ നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ആ തത്വം. ആ തത്വത്തിൽ നിന്ന് വ്യതിചലിച്ച് കൂടുതൽ കാശുണ്ടാക്കാനുള്ള വ്യഗ്രതയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഇത്തരത്തിലുള്ള അമളികൾ പറ്റുന്നത്. ന്യൂസ് ഡെസ്ക് കർമാസ്.